കേരളത്തോട് പ്രതികാര മനോഭാവം തുടരുന്ന കേന്ദ്ര നിലപാടിനെ കുറിച്ചാണ് ഈവനിംഗ് ഡിബേറ്റ് ആദ്യം പരിശോധിക്കുന്നത്. കേരളത്തിന് നൽകുന്ന സഹായങ്ങൾ പലിശ സഹിതം തിരിച്ചു ചോദിക്കുന്ന കേന്ദ്ര സമീപനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. കാലാകാലങ്ങളായി നമ്മളത് കാണുന്നുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് വിഴിഞ്ഞം തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് നൽകുന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ ഇളവ് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിക്കുന്നു കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ ഹാരിസ് ബീരാൻ എം പി ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രം നിലപാട് ആവർത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തോട് കേന്ദ്രം തുടരെ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നത്? ഇതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുകയാണ് കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി. സ്വാതി, തുറമുഖത്തിന് നൽകുന്ന പണം അത് ഗ്രാന്റ് ആക്കണം, വായ്പയായി നൽകരുത് എന്നാവശ്യപ്പെട്ട് ഇന്നലെയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. പക്ഷേ ഇന്നിപ്പോൾ നോക്കൂ, രാജ്യസഭയിൽ ഈ വിഷയം വരുമ്പോൾ അത് ഗ്രാന്റായി നൽകാനാകില്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്രം. അതായത് തൂത്തുക്കുടിക്ക് നൽകുന്ന സഹായം കേരളത്തിനുണ്ടാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? തീർച്ചയായും അസിത പറഞ്ഞ പോലെ തന്നെ കേന്ദ്രത്തിന്റെ സമീപനം കുറേ നാളുകളായി കേരളത്തോട് സാമ്പത്തികമായി വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കേരളം അനുഭവിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് അടക്കമുള്ള വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു അന്താരാഷ്ട്ര ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് പദ്ധതിയിൽ പോലും ഇത്തരത്തിലൊരു സമീപനം തുടരുന്നത്. ഈ VGF എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒറ്റത്തവണ ഗ്രാൻഡായി നൽകേണ്ടതാണ്. അത് ഒരിക്കലും ഒരു വായ്പാ ഇനത്തിൽ കേന്ദ്രം കണക്കാക്കേണ്ടതല്ല. ഈ VGFന്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് കേരളത്തോട് മാത്രം ആ പൊതു നയത്തിൽ നിന്നൊരു വിരുദ്ധമായൊരു സമീപനമാണ് ഈ കേന്ദ്രം ആവർത്തിക്കുന്നത് എന്ന നമുക്ക് മുന്നിൽ ഉള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഹാരിസ് ബീരാൻ MP-ക്കുള്ള മറുപടിയിൽ ഇത്തരത്തിൽ വീണ്ടും കേന്ദ്രം ആവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലുള്ള ഇളവും നൽകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം നിലപാടുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതലായി പരിശോധിക്കേണ്ടത് കേരളം മുന്നോട്ട് വെച്ചൊരു ആവശ്യം എന്ന് പറയുന്നത് തൂത്തുക്കുടി തുറമുഖ പദ്ധതിക്ക് വേണ്ടി 1400-ലധികം കോടിയാണ് കേന്ദ്രം അനുവദിച്ചത്. അതെന്ന് പറയുന്നത് തിരിച്ചടക്കേണ്ടതില്ല, വായ്പയായിട്ടൊന്നും തന്നെയല്ല, ഒരു ഗ്രാൻഡായി തന്നെ അനുവദിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇത്തരത്തിലൊരു വലിയ പദ്ധതി, രാജ്യാന്തര പദ്ധതിയിൽ പോലും വലിയ പിന്തുണയാണ് സംസ്ഥാനം നൽകിയിട്ടുള്ളത്. ഈ തുറമുഖ നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്കും അനുബന്ധ സൗകര്യങ്ങൾക്കുമൊക്കെ ഇപ്പോൾ നിലവിൽ തന്നെ സംസ്ഥാനം ഒരു 4000-ഓളം കോടി രൂപയോളം ചെലവഴിക്കാൻ തയ്യാറാണ്. അത് ചെലവഴിക്കാൻ എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അത്തരത്തിൽ വലിയ സാമ്പത്തിക സഹായവും ഈ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സംസ്ഥാനം നൽകാൻ തയ്യാറാകുമ്പോൾ പോലും വീണ്ടും കേരളത്തെ വലിഞ്ഞു മുറുക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേന്ദ്ര സർക്കാർ പോകുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നിരവധി തവണയായി പാർലമെന്റിൽ എല്ലാ MP-മാരും പ്രതിപക്ഷ MP-മാരൊക്കെ കേരളത്തിൽ നിന്നുള്ള MP-മാരടക്കം ഈ വിഷയം നിരവധി തവണ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇതിൽ നിന്നൊന്നും പിന്നോട്ട് മാറാൻ തയ്യാറല്ല എന്ന് വീണ്ടും കേന്ദ്രം ആവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല, ഈ ട്രയൽ റണ്ണിന് വേണ്ടി 70 കപ്പൽ എത്തിക്കുന്നു. അതിന്റെ വിഹിതത്തിൽ GST വിഹിതത്തിൽ കേന്ദ്രത്തിന് നല്ലൊരു ഫണ്ട് തിരികെ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഈ 50 കോടിയാണ് GST ഇനത്തിൽ ഈ കപ്പലുകൾ ഈ ട്രയൽ റണ്ണിന് വേണ്ടി കൊണ്ടുവന്ന കപ്പലുകളുടെ ഇനത്തിൽ GSTയുടെ ഭാഗമായി 50 കോടി കേന്ദ്രത്തിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, ഈ തുറമുഖം ഉണ്ടായതിനു ശേഷം ഉണ്ടാവുന്നതിന് പിന്നാലെ ഒരു വർഷത്തിനുള്ളിൽ ഈ GST ഇനത്തിൽ വലിയൊരു തുക തന്നെ കേന്ദ്രത്തിന് ലഭിക്കുകയും ചെയ്യും. അപ്പം അത്തരത്തിലുള്ളൊരു ഏറ്റവും വലിയൊരു പദ്ധതിക്ക് വേണ്ടിയും കേന്ദ്രത്തിന്റെ കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഏത് തരത്തിൽ നമ്മൾ ഈ വിഷയത്തെ പരിഗണിച്ചാലും അതിൽ കേരളത്തിന്റെ ആവശ്യമാണ് ന്യായം എന്നുള്ളതാണ്. നോക്കൂ, ഈ VGF മാർഗനിർദ്ദേശങ്ങളിൽ എവിടെയും കേന്ദ്രം ഈ നിലയിൽ നൽകുന്ന പണം അത് വായ്പയാണ് എന്ന് പറയുന്നില്ല. അത് ഗ്രാന്റ് തന്നെയാണ്. അതാണ് VGF നിർദ്ദേശത്തിന്റെ തന്നെ അടിസ്ഥാനം. 2005 മുതൽ 238 പദ്ധതികൾക്കായി കേന്ദ്ര സർക്കാർ വിവിധയിടങ്ങളിൽ ഈ തരത്തിൽ VGF ആയി തുക നൽകിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനോടൊഴികെ എവിടെയും VGF ഗ്രാന്റിന് പകരം വായ്പയായി നൽകാമെന്ന സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. അതായത് 2005 ശേഷം ഒരുപക്ഷെ ആദ്യമായാണ് VGF ഇനത്തിൽ നൽകുന്ന തുക അത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരുന്ന ഒരു നിലയിലേക്ക് ഒരു സംസ്ഥാനം എത്തുന്നത്. അങ്ങനെ കൂടി നമ്മൾ അതിനെ കാണേണ്ടതില്ലേ? തീർച്ചയായും അസിത സൂചിപ്പിച്ച പോലെ തന്നെ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പകപോക്കലായി തന്നെ കേരളത്തോട് ഈ ഒരു സമീപനം തുടരുന്നു എന്ന് വേണം പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം അനുവദിക്കുകയും ഈ VGF ഫണ്ടിൽ ഒരു വായ്പ പോലും തിരിച്ചു ചോദിക്കാതെ ഒരു ഗ്രാൻഡായി തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുകയും കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കേരളത്തോടുള്ള സമീപനത്തിൽ മാത്രം ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്രം നിരവധിയായിട്ടുള്ള പദ്ധതികളിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു സമീപനം ഒരിക്കലും അംഗീകരിക്കാൻ
അനുവദിക്കാൻ കഴിയില്ല എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതിൽ ഇളവ് വരുത്തണമെന്ന ആവശ്യം നിരന്തരമായി കേരളം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ അതൊന്നും തയ്യാറാകാതെ, അതിനെ ഒന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് കാണുന്നത്. ഇതിലൂടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധി കുറേ നാളുകളായി കേരളത്തിനുണ്ടാകുന്നുണ്ട്. വിവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വയനാട് വിഷയം തന്നെ ഏറ്റവും പുതിയതായി വന്നതാണ്. വയനാടിനോടുള്ള സമീപനം നമ്മൾ കണ്ടതാണ്. വയനാട് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വ്യോമസേന ഇറക്കുന്നതിനടക്കമുള്ള കാശ് തിരിച്ചു ചോദിക്കുന്ന ഒരു സമീപനം. പ്രളയഘട്ടത്തിൽ ഇതേ സമീപനം തന്നെ തുടരുന്നു. അരിയും മണ്ണെണ്ണയും ഒക്കെ തന്നിട്ട് അതിൻ്റെയൊക്കെ കാശ് ചോദിക്കുന്ന സമീപനത്തിലേക്ക് കേന്ദ്രം മാറുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് ഒരു അതിശയമല്ല. എന്നാലും ഇത്തരത്തിലുള്ളൊരു പദ്ധതിയോട്, വിഴിഞ്ഞം പോലെയുള്ള ഒരു പദ്ധതിയോട് പോലും ഒരു സംസ്ഥാനം ഏറ്റവും നല്ല പിന്തുണ നൽകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് കേരളത്തെ എപ്പോഴും കാണേണ്ടത്. ഈ വിഴിഞ്ഞം പദ്ധതിക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുമ്പോൾ പോലുമാണ് ഇത്തരത്തിലൊരു വീണ്ടും ഒരു കടത്തിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന ഒരു സമീപനത്തിലേക്ക് കേന്ദ്രം ഇപ്പോൾ സൂചിപ്പിച്ച വീണ്ടും കേരളം ഇതിൽ എത്തിച്ചേരാൻ പോകുന്ന കടം, ഭീമമായ ഒരു കടത്തിന്റെ തുക നോക്കൂ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് സംസ്ഥാനങ്ങളുടെ അധിക ഭാരം ലഘൂകരിക്കുക എന്നുള്ളതാണ് ഈ VGF എന്ന ഫണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന്റെ അടിസ്ഥാനം. ആ ആശയം അങ്ങനെ രൂപപ്പെട്ടതാണ്, സംസ്ഥാനങ്ങളുടെ അധിക ഭാരം ലഘൂകരിക്കുക. പക്ഷേ ഇവിടെ നോക്കൂ, 817.80 കോടി രൂപ കേരളത്തിന് നൽകുമ്പോൾ, വിഴിഞ്ഞത്തിന് നൽകുമ്പോൾ അത് പലിശ സഹിതം തിരിച്ചടക്കേണ്ടി വരുമ്പോൾ കേരളം എന്ന സംസ്ഥാനം അവിടെ ഇരട്ടിയധികം തുകയാണ്, അവിടെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അധിക ലാഭം, അധിക ഭാരമുണ്ട്. അതെങ്ങനെ മറികടക്കും ഒരു സംസ്ഥാനം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള അധിക ഭാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് മേൽ കെട്ടിവെക്കുകയാണ് ഇത്തരം പദ്ധതികളുടെ ലക്ഷ്യമെങ്കിൽ VGF തന്നെ നിലവിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സ്വാതി, അങ്ങനെയല്ലേ? മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്മെൻഷിപ്പ് തുറമുഖം എന്നത് അടക്കമുള്ള വിശേഷണങ്ങളുടെ തുറമുഖമാണ് വിഴിഞ്ഞം. അപ്പോൾ വിഴിഞ്ഞം യഥാർത്ഥത്തിൽ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ തന്നെ വ്യാവസായിക രംഗത്ത് അത് നൽകാൻ പോകുന്ന വലിയ കുതിച്ചുചാട്ടമുണ്ട്. പക്ഷെ അതൊന്നും കേന്ദ്രം പരിഗണിക്കുന്നില്ല. തീർച്ചയായും അസിത പറഞ്ഞ പോലെ തന്നെ വലിയൊരു കടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വലിയൊരു ബാധ്യതയിലേക്ക് കേരളത്തെ തള്ളിവിടുന്ന ഒരു നിലപാടാണ് കേന്ദ്രം തുടരുന്നത് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ പല തവണകളായി ഒരു ഗ്രാൻഡ് VGF എന്ന് പറയുന്ന പൊതു നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇതിലെ ഒരു വായ്പയായി കണക്കാക്കുമ്പോൾ ഏകദേശം ഒരു 12,000 കോടിയിലേറെ കടമാണ് കേരളത്തിനുണ്ടാവുക. 12,000 കോടിയിലേറെ കടമെന്ന് പറയുന്നത് കേരളത്തിന്റെ ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ വലിയ ഭാരമായി തന്നെ കേരളത്തിന് ഉണ്ടാകും. എന്നാൽ ഇത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തൂത്തുക്കുടി അടക്കമുള്ള തുറമുഖ പദ്ധതികൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ആ പദ്ധതിക്ക് 1400 കോടിയിലേറെയാണ് VGF ആയിട്ട് കേന്ദ്രം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും പലിശ ഇനത്തിലോ അല്ലെങ്കിൽ തിരിച്ച് അതിൽ നിന്നൊരു ലാഭവിഹിതം ഉണ്ടാക്കുന്ന തരത്തിലേക്കൊന്നും കേന്ദ്രം ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു രാജ്യാന്തര പദ്ധതി, അത് നേരത്തെ അസിത സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന് മാത്രം ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയല്ല വിഴിഞ്ഞം എന്ന് പറയുന്നത്. രാജ്യത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ളൊരു മാതൃക എന്ന നിലയ്ക്കൊക്കെ ഈ പദ്ധതിയെ മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഇതിൽ കേരളത്തെ ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്നുള്ള, പ്രത്യേകിച്ചും ഒരു രാഷ്ട്രീയ പകപോക്കൽ എന്ന രീതിയിൽ ഈ വിഴിഞ്ഞം പദ്ധതിയോടുള്ള അവഗണനയെ കാണേണ്ടതായിട്ട് വരും. നിരന്തരമായ പ്രതിഷേധങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നു. ഇപ്പോൾ ഓരോ നേതാക്കളുടെയും പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ പ്രതികരണങ്ങളൊക്കെ തന്നെ മനസ്സിലാകുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതി എത്രത്തോളം പ്രാധാന്യത്തോടെയാണ് നമ്മുടെ സംസ്ഥാനം കണ്ടത് എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ച് എല്ലാവിധ സഹായങ്ങളും നൽകുന്നു. മാത്രമല്ല ഈ ഒരു വർഷം കൊണ്ട് ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ഒരു വർഷം കൊണ്ട് കേന്ദ്രത്തിന് വലിയൊരു തുക GST ഇനത്തിൽ തന്നെ കിട്ടുന്നു എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ആ GST ഇനത്തിൽ വലിയൊരു ലാഭം കേന്ദ്രത്തെ സംബന്ധിച്ചുണ്ട്. അപ്പോഴാണ് വീണ്ടും ഒരു അധിക ലാഭ നേട്ടം അല്ലെങ്കിൽ ഒരു പലിശ അടക്കം ചോദിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കേന്ദ്രം പോകുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ മുന്നോട്ടുള്ള ദിവസങ്ങൾ, അതായത് 4 ദിവസം മുന്നോട്ട് പാർലമെന്റ് കൂടുന്നുണ്ട്. ഈ പാർലമെന്റിലൊക്കെ തന്നെയും ഈ വിഴിഞ്ഞം വിഷയം ഇനിയും വരാനുള്ള സാധ്യത കൂടിയുണ്ട്. നിരവധി തവണ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ, ഇടതുപക്ഷ MP അടക്കം ഈ വിഷയമൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ആവശ്യം നിരന്തരമായി ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രി ഇടപെടുന്നു. നിർമ്മല സീതാരാമന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നേരത്തെ തന്നെ കത്തയച്ചിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ അപ്പോൾ നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്ന് പറയുന്നത് തൂത്തുക്കുടി തുറമുഖ പദ്ധതിയെയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും ഒരുപോലെ കാണാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നാണ്. അതായത് കേന്ദ്രത്തിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന പദ്ധതിയാണ് തൂത്തുക്കുടി പദ്ധതി എന്നും,
എന്നാൽ വിഴിഞ്ഞത്തെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നും തുറന്നടിക്കുന്ന ഒരു സമീപനമാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് കേരളത്തോട് മാത്രം കാണിക്കുന്ന ഒരു വലിയ അവഗണന, സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിക്കുക, കേരളത്തിനുള്ള എല്ലാ പദ്ധതികളിലും ഇത്തരത്തിലൊരു ഇടങ്കോലിടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനെ തകർക്കുവാനുള്ള ആ പദ്ധതിക്ക് വിലങ്ങ് തടിയായി നിൽക്കുന്ന ഒരു സമീപനത്തിലേക്ക് കേന്ദ്രം നിരവധിയായ തവണ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ സമീപനം വീണ്ടും വിഴിഞ്ഞത്തോട് കാണിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്ന വിമർശനം. അസിത. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്തിന് നൽകുന്ന BGF തുക അത് ഗ്രാന്റ് അല്ല, വായ്പ തന്നെയാണ് എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്നലെ മുഖ്യമന്ത്രി ഈ വിഷയം കാണിച്ച് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ഇന്നിപ്പോൾ രാജ്യസഭയിൽ സമാനമായ വിഷയം വരുമ്പോൾ അത് വായ്പയായി തന്നെ തിരിച്ചടയ്ക്കണം എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സ്വാതി സന്തോഷാണ് ആ വിവരങ്ങൾ നൽകിയത്.